ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ ജനറൽ ആരോഗ്യ വിഭാഗങ്ങൾക്കുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് തങ്ങളെ ക്ഷണിച്ചില്ലെന്ന് BJP കൗൺസിലർമാർ. കെട്ടിടത്തിനുള്ളിൽ രാത്രികാലങ്ങളിൽ മാത്രം ആവശ്യത്തിനുള്ള ലൈറ്റുകൾ വെച്ചത് അഴിമതിയാണെന്നും BJP കൗൺസിലർ EP നന്ദകുമാർ ആരോപിച്ചു. നഗരസഭയിൽ കൗൺസിലർമാർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഇടത്താണ് ഇത്തരത്തിൽ ദുർച്ചിലവെന്നും ആരോപണമുണ്ട്. ഷൊർണൂർ നഗരസഭയിലെ പുതിയ കെട്ടിടം ഇന്ന് ഉദ്ഘാടനം ചെയ്തതായി അറിയാം. നമുക്കറിയാം, കഴിഞ്ഞ 2020 വന്ന ഈ ഭരണസമിതി വന്ന അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, ഇവിടുത്തെ പൊതുജനങ്ങൾക്കായി നഗരസഭയിലെ കൗൺസിലർമാരായി അത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനൊരു സ്ഥലം. പൊതുജനങ്ങളടക്കം ഉൾപ്പെടെ ആളുകൾ ഇരിക്കുന്നത് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണ് കൗൺസിലർമാരായാലും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു പരാതി അടക്കം എഴുതി പോകും. രണ്ടാമത് ആർഭാടകരമായ സംവിധാനങ്ങളാണ് പുതിയ ഓഫീസുകൾ. ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് ആഡംബര വീടുകളിലും ഹോട്ടലുകളിലും ഉൾപ്പെടെ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റുകൾ, ആ ലൈറ്റുകളൊക്കെയാണ് നഗരസഭയുടെ പുതിയ ഓഫീസുകൾ. എന്തിനാണത്? അപ്പോൾ ഇത്തരത്തിൽ പാഴ്ചെലവുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സാധാരണക്കാരന് ആവശ്യമുള്ളതൊന്നും ഇവിടെ നഗരസഭയിൽ കൊണ്ടുവരും. അടുത്തൊരു കാര്യം, കാലങ്ങളായിട്ട് കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് ഷൊർണൂർ നഗരസഭയിലെ മുഴുവൻ ഉദ്ഘാടനങ്ങളും നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അവർ മാത്രം കൂടി നടത്തുന്ന ഉദ്ഘാടനങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള നഗരസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന രീതിയിൽ ഒരു കാലത്തും വിളിക്കുന്നില്ല, ക്ഷണിച്ചിട്ടില്ല. ഇന്നത്തെ പരിപാടി അങ്ങനെയൊക്കെ തന്നെ ഗ്രൂപ്പുകളിൽ മാത്രമാണ് മെസ്സേജുകൾ വരുന്നത്. അത്തരം പരിപാടികൾക്ക് മുന്നോട്ട് പോകും. ഇത് ഇത്തരത്തിലുള്ള അഴിമതിക്ക് കോപ്പ് കൂട്ടുന്ന ഇത്തരത്തിലുള്ള ഉദ്ഘാടന മാമാങ്കങ്ങൾക്ക് കുടപിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല എന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ കാരണം. അതേസമയം ഓഫീസ് ഉദ്ഘാടനത്തിന്റെ കാര്യം എല്ലാ കൗൺസിലർമാരെയും നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. BJP വികസന പ്രവർത്തനങ്ങൾ മുടക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങൾ BJPയുടെ നുണപ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്നും ചെയർമാൻ പറഞ്ഞു. കൗൺസിലർ ആവശ്യപ്പെട്ടാൽ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം നൽകും. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇവിടെ ഇല്ലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ഇവിടെ നഗരസഭയിലെ 33 കൗൺസിലർമാർക്കും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ചെയർമാൻ തന്നെ അറിയിച്ചിട്ടുണ്ടാണ്. നഗരസഭ ഓഫീസ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ, മോടി പിടിപ്പിക്കുന്ന കാര്യത്തിൽ, അതെല്ലാം നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരും ചർച്ച ചെയ്ത് അംഗീകരിച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടേഷൻ വിളിച്ച് ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അങ്ങനെ നഗരസഭാ കൗൺസിലർമാർ എല്ലാവരും കൂടി അംഗീകരിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് അസംബന്ധം പറയുക എന്നത് BJPയെ സംബന്ധിച്ച് പുതിയ കാര്യം. BJPയെ സംബന്ധിച്ച് അവർക്ക് ഇതെങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാൻ പറ്റുമോ? വികസന പ്രവർത്തനങ്ങൾ നഗരസഭാ ഓഫീസ് ഭംഗിയായി പോകുന്നത് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ഇതാണ് BJP നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം നഗരസഭാ ഓഫീസിൽ പുതിയ സൗകര്യങ്ങൾ വരികയും ഓഫീസിൻ്റെ മുഖച്ഛായ മാറുകയും അങ്ങനെ മാറുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് BJPക്കാരെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇവരുടെ നുണപ്രചരണങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും നഗരസഭയുടെ നല്ല പ്രവൃത്തികൾക്ക് എല്ലാവരുടെയും പിന്തുണ, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കൗൺസിലർമാർക്ക് ഇരിക്കാൻ ധാരാളം സ്ഥലം, അവർ ആവശ്യപ്പെട്ടാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു കൗൺസിലർമാർക്കും ഇരിക്കാൻ പറ്റാത്ത പ്രശ്നം ഈ നഗരസഭയിലില്ല. എല്ലാ സൗകര്യവും നമ്മൾ ഉണ്ടാക്കി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.